കൂട്ടുകാരെ, 6ാം ക്ലാസ്സിലെ എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ അടിസ്ഥാന ശാസ്ത്ര ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് 3ാം അധ്യായമായ പൂവിൽ നിന്ന് പൂവിലേക്ക് എന്ന അധ്യായം തുടങ്ങിയാലോ കൂട്ടുകാരെ? അധ്യായത്തിന്റെ പേരിൽ തന്നെയുണ്ട് എന്തിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് ഇവിടെ പഠിക്കാൻ പോകുന്നത്. അതെ, നിങ്ങൾ എല്ലാവരും പറഞ്ഞത് ശരിയാണ്, പൂക്കളെ കുറിച്ച്. പൂക്കളുടെ ഒരു ചെറിയ വീഡിയോ കണ്ടുവന്നാലോ? ഈ വീഡിയോയിൽ നിങ്ങൾക്കറിയുന്ന ധാരാളം പൂക്കളില്ലേ? അറിയാത്തവയുമുണ്ട് അല്ലേ? നിങ്ങളുടെ എല്ലാവരുടെയും വീടുകളിൽ പൂന്തോട്ടങ്ങളില്ലേ? നമ്മുടെ ചുറ്റുപാടും കാണുന്ന ചില പൂക്കളുടെ പേരുകൾ പറഞ്ഞു നോക്കിയാലോ? ചെമ്പരത്തി, മല്ലിക, റോസ്, കണിക്കൊന്ന, പിന്നെ പറഞ്ഞോളൂ. അതെ, കടലാസ് പൂവ്. അങ്ങനെ കുറെ ഉണ്ട് അല്ലേ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഈ പൂക്കളെല്ലാം ഒരുപോലെയാണോ കാണപ്പെടുന്നത്? അല്ല, അവയ്ക്കിടയിൽ ധാരാളം വ്യത്യാസങ്ങളുണ്ട് അല്ലേ? പൂക്കൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്ന് ഒന്ന് പരിശോധിച്ചു നോക്കിയാലോ? സ്ക്രീനിൽ 2 പൂക്കളെ കാണുന്നില്ലേ? ഏതൊക്കെയാണവ? നോക്കൂ, ഒന്ന് റോസും മറ്റൊന്ന് മുല്ലയും. ഇവ രണ്ടും തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? അതെ, നിറത്തിന്റെ വ്യത്യാസം. റോസ് ചുവപ്പ് നിറത്തിലും മുല്ല വെള്ള നിറത്തിലുമാണ് കാണപ്പെടുന്നത്. ഈ 2 നിറത്തിൽ മാത്രമാണോ കൂട്ടുകാരെ പൂക്കൾ ഉള്ളത്? അല്ല അല്ലേ? വേറെ ഏതെല്ലാം നിറത്തിലുള്ള പൂക്കളാണുള്ളത്? പറഞ്ഞു നോക്കൂ. അതെ, മഞ്ഞ, നീല, ചുവപ്പ്, റോസ്, എന്ത് കറുപ്പോ? കറുപ്പ് നിറത്തിലുള്ള പൂക്കളുണ്ടോ? അപ്പൊ പച്ച നിറത്തിലോ? ചുറ്റുപാട് നിരീക്ഷിച്ച് കണ്ടെത്തി വരുമല്ലോ. പൂക്കൾ തമ്മിൽ നിറത്തിൽ മാത്രമാണോ വ്യത്യാസമുള്ളത്? അടുത്ത 2 പൂക്കളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. നോക്കൂ, ഇവ ഏതൊക്കെയാണ്? ഒന്ന് ചെമ്പരത്തിയും മറ്റൊന്ന് ഡാലിയയും. ഇവർ തമ്മിൽ എന്തൊക്കെ വ്യത്യാസങ്ങളാണുള്ളത്? എന്ത്? നിറത്തിൽ വ്യത്യാസമുണ്ട്. അത് നമ്മൾ നേരത്തെ പഠിച്ചില്ലേ? വേറെ എന്ത് വ്യത്യാസമാണ് ഇവയിൽ കാണപ്പെടുന്നത്? നിങ്ങൾ അവയിലെ ഇതളുകളെ ശ്രദ്ധിക്കൂ. ചെമ്പരത്തിക്ക് എത്ര ഇതളുകളുണ്ട്? അതെ, 5 ഇതളുകൾ. എന്നാൽ ഡാലിയയ്ക്ക് 5 ഇതളുകളാണോ ഉള്ളത്? അല്ല. അപ്പോൾ ഡാലിയയ്ക്ക് ചെമ്പരത്തിയേക്കാൾ കൂടുതൽ ഇതളുകളുണ്ട്. പൂക്കൾ തമ്മിൽ ഇതളുകളുടെ എണ്ണത്തിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? സ്ക്രീനിലേക്ക് നോക്കൂ കൂട്ടുകാരെ, ഏതൊക്കെ പൂക്കളാണിവ? നോക്കൂ, ഒന്ന് കണിക്കൊന്ന, മറ്റൊന്ന് മുല്ലപ്പൂവ്. ഇവ തമ്മിൽ 2 പ്രധാന വ്യത്യാസങ്ങളുണ്ട്. കൂട്ടുകാർക്ക് കണ്ടെത്താൻ കഴിയുമോ? പൂക്കൾ കിട്ടിയാൽ നമ്മൾ എല്ലാവരും മണത്ത് നോക്കാറില്ലേ? എല്ലാ പൂക്കൾക്കും ഒരേ മണമാണോ കൂട്ടുകാരെ? അല്ല അല്ലേ? ഈ കണിക്കൊന്നയ്ക്കും മുല്ലപ്പൂവിനും ഒരേ മണമാണോ? അല്ല. അപ്പോൾ 1ാമത്തെ വ്യത്യാസം, പൂക്കൾ തമ്മിൽ വ്യത്യസ്ത മണമാണ്. ഇനി 2ാമത്തെ വ്യത്യാസം പരിശോധിച്ചു നോക്കാം. ഈ 2 പൂക്കളെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. മുല്ലപ്പൂ ഒറ്റ പൂക്കളായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ കണിക്കൊന്ന ഒറ്റ പൂക്കളായിട്ടാണോ കാണപ്പെടുന്നത്? അല്ല, കണിക്കൊന്ന പൂങ്കുലകളായിട്ടാണ് കാണപ്പെടുന്നത്. പൂക്കളിൽ ഒറ്റപ്പൂവായി കാണപ്പെടുന്നവയും പൂങ്കുലകളായി കാണപ്പെടുന്നവയും ഉണ്ടെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? സ്ക്രീനിലേക്ക് നോക്കൂ. നമുക്ക് പരിചയമുള്ള മുക്കുറ്റിയും കോളാമ്പിപ്പൂവുമാണ്. ഇവ രണ്ടും ഒരേ നിറമാണല്ലേ? എന്നാൽ വ്യത്യാസങ്ങളായി എന്താണ് നിങ്ങൾ ഇവയിൽ കാണുന്നത്?
അതെ, മുക്കുറ്റി ചെറിയ പൂവാണ്. കോളാമ്പി മുക്കുറ്റിയേക്കാൾ വലിയ പൂവുമാണ്. ഏറ്റവും ചെറിയ പൂവ് മുക്കുറ്റിയാണോ? അല്ല. നോക്കൂ, ഇതാണ് ലോകത്തിലെ ഏറ്റവും ചെറിയ പൂവ്. ഇതിന്റെ പേരാണ് വോൾഫിയ. ഏറ്റവും ചെറിയ പൂവ് വോൾഫിയയാണെന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് ഏതാണെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമോ? വെരി ഗുഡ്, ഫാത്തിമ പറഞ്ഞത് ശരിയാണ്. ലോകത്തിലെ ഏറ്റവും വലിയ പൂവിന്റെ പേരാണ് റഫ്ലേഷ്യ. ഇതാ, ഈ പൂവാണ് റഫ്ലേഷ്യ. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ പൂവ് റഫ്ലേഷ്യയും ഏറ്റവും ചെറിയ പൂവ് വോൾഫിയയുമാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മൾ പൂക്കൾ തമ്മിൽ നിറത്തിന്റെയും മണത്തിന്റെയും വലുപ്പത്തിന്റെയും ഒറ്റപ്പൂവും പൂങ്കുലയുമായും ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇനി എന്തെങ്കിലും വ്യത്യാസങ്ങളുണ്ടോ? നമുക്കൊന്ന് പരിശോധിക്കാം. ഇനിയും വ്യത്യാസങ്ങൾ കണ്ടെത്തുന്നതിനായി ഈ രണ്ട് പൂക്കളെ ശ്രദ്ധിക്കൂ. ഏതൊക്കെയാണ്? ഒന്ന് പറഞ്ഞു നോക്കൂ. ഒന്ന് നിശാഗന്ധിയും ഒന്ന് മല്ലികയും. ഇവ തമ്മിലുള്ള പ്രധാന വ്യത്യാസം എന്താണ്? നിശാഗന്ധിയും മല്ലികയും ഒരേ സമയത്താണോ വിരിയുന്നത്? നിശാഗന്ധി രാത്രിയാണോ പകലാണോ വിരിയുന്നത്? അതെ, നിശാഗന്ധി രാത്രി സമയങ്ങളിലാണ് വിരിയുന്നത്. അപ്പോൾ മല്ലികയോ? മല്ലികയും രാത്രി സമയത്താണോ വിരിയുന്നത്? അല്ല അല്ലേ, മല്ലിക പകൽ സമയത്താണ് വിരിയുന്നത്. നിശാഗന്ധി രാത്രി വിരിയുന്നതും മല്ലിക രാവിലെ വിരിയുന്നതുമാണെന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? രാവിലെ വിരിയുന്നതും രാത്രി വിരിയുന്നതുമായ ധാരാളം പൂക്കളുണ്ട്. അവയെ പട്ടികപ്പെടുത്തി അടുത്ത ക്ലാസ്സിലേക്ക് കൊണ്ടുവരുമല്ലോ. നമ്മളിപ്പോൾ പരിശോധിച്ച പൂക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ? പൂക്കൾ തമ്മിൽ നിറം, മണം, വലുപ്പം, ഇതളുകളുടെ എണ്ണം, ഒറ്റപ്പൂവ്, പൂങ്കുല, രാത്രി വിരിയുന്നതും പകൽ വിരിയുന്നതും എന്നീ കാര്യങ്ങളിലെല്ലാം വ്യത്യാസപ്പെട്ടിരിക്കുന്നു. പൂക്കൾ തമ്മിൽ ഇനിയും ധാരാളം വ്യത്യാസങ്ങളുണ്ട്. ചുറ്റുപാട് നിരീക്ഷിച്ച് എഴുതലാമെന്ന് കണ്ടെത്തി വരുമല്ലോ. പൂക്കൾ തമ്മിലുള്ള വ്യത്യാസങ്ങൾ നമ്മൾ പരിശോധിച്ച് കണ്ടെത്തിയല്ലോ. ഇനി ഒരു പൂവിന്റെ വിവിധ തരം ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും നമുക്ക് പരിചയപ്പെടാം. അത് പരിശോധിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ ക്ലാസ്സിലേക്ക് ചെമ്പരത്തിപ്പൂ കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞിരുന്നത്. എല്ലാവരും കൊണ്ടുവന്നിട്ടില്ലേ? എന്ത്, മനോജ് കൊണ്ടുവന്നിട്ടില്ലെന്നോ? എന്തു പറ്റി? മറന്നുപോയോ? സാരമില്ല, ആരെങ്കിലും രണ്ടെണ്ണം കൊണ്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് മനോജിന് കൊടുക്കൂ. എല്ലാവരും ചെമ്പരത്തിപ്പൂ കയ്യിലെടുത്തില്ലേ? ഈ പൂവിൽ നിങ്ങൾക്കറിയുന്ന എത്ര ഭാഗങ്ങളുണ്ട്? ഒന്ന് പറഞ്ഞു നോക്കൂ. ആ, അതെ, ഒരു പൂവിന് ഇതളുകൾ ഉണ്ടാകും. പിന്നെ ഏതു ഭാഗമാണ് നിങ്ങൾക്കറിയുക? അതെ, പൂഞ്ഞെട്ട്. ഒരു പൂവിന് ഒരു പൂഞ്ഞെട്ടുണ്ടാകും. പിന്നെയോ? അറിയില്ലേ? സാരമില്ല, ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഒരു പൂവിന്റെ വിവിധ ഭാഗങ്ങളെ കുറിച്ചും അവയുടെ ധർമ്മങ്ങളെ കുറിച്ചും പഠിച്ചാലോ? പൂവിനും ചെടിക്കുമിടയിൽ ഈ പൂഞ്ഞെട്ടില്ലെങ്കിൽ എന്താണ് സംഭവിക്കുക? ഒന്ന് ആലോചിച്ചു നോക്കൂ. ഇപ്പോൾ ഇതിന്റെ ധർമ്മം മനസ്സിലായില്ലേ? ഈ പൂഞ്ഞെട്ടാണ് ഈ പൂവിനെയും ചെടിയെയും ബന്ധിപ്പിക്കുന്നത് എന്ന് ഇപ്പോൾ കൂട്ടുകാർക്ക് മനസ്സിലായില്ലേ? പൂഞ്ഞെട്ട് പൂവിനെ ചെടിയുമായി ബന്ധിപ്പിക്കുന്നു. പൂഞ്ഞെട്ടിന് മുകളിൽ പരന്നു തടിച്ച
ഈ ഭാഗം കൂട്ടുകാർ ശ്രദ്ധിച്ചോ? ഈ ഭാഗത്തിന്റെ പേരാണ് പുഷ്പാസനം. ഈ പൂവിൽ പുഷ്പാസനമില്ലെങ്കിൽ ഈ പൂവിന്റെ ഭാഗങ്ങളൊക്കെ എവിടെയാണ് ഇരിക്കുക? ഇപ്പോൾ മനസ്സിലായില്ലേ? ഈ പുഷ്പാസനമാണ് പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്നത്. പുഷ്പാസനം പുഷ്പാസനം പൂവിന്റെ ഭാഗങ്ങൾക്ക് ഇരിപ്പിടം ഒരുക്കുന്നു. ഇതളുകൾക്ക് താഴെ പച്ച നിറത്തിലുള്ള ഈ ഭാഗം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചോ? ഈ ഭാഗത്തിന്റെ പേരാണ് വിതളം. സ്ക്രീനിൽ കാണുന്ന ഈ പൂമൊട്ടിനെ ശ്രദ്ധിക്കൂ. ഈ പൂമൊട്ടിൽ ഇതളുകൾ എവിടെയാണ്? അതെ, വിതളങ്ങൾ പൂമൊട്ടിനെ പൊതിഞ്ഞിരിക്കുകയാണ്. എന്നാൽ പൂ വിരിഞ്ഞതിനു ശേഷം അതാണോ അതിന്റെ ധർമ്മം? അല്ല, പിന്നെ എന്താണ്? അതെ, ഈ വിതളമാണ് ദളങ്ങളെ താങ്ങി നിർത്തുന്നത്. വിതളം വിതളം പൂവ് മൊട്ടായിരിക്കുമ്പോൾ പൂവിനെ സംരക്ഷിക്കുന്നു. വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുന്നു. അടുത്ത ഭാഗം നിങ്ങൾ പറഞ്ഞ ഇതളുകളാണ്. ഇതളുകളെ നാം ദളങ്ങൾ എന്നാണ് വിളിക്കുക. ദളങ്ങളെ ചേർത്ത് ദളപുടം എന്നും വിളിക്കും. ഒരു പൂവിനെ ആലോചിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം കടന്നു വരുന്നത് എന്താണ്? അതെ, അതിന്റെ മണവും നിറവും. എന്നാൽ ഒരു പൂവിന് നിറവും മണവും നൽകുന്നത് ഏത് ഭാഗമാണെന്നറിയാമോ? അത് ദളപുടമാണ്. ഇപ്പോൾ മനസ്സിലായില്ലേ കൂട്ടുകാരെ? ദളപുടമാണ് ഒരു പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നത്. ദളപുടം പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നു. കൂട്ടുകാരെ, നിങ്ങളുടെ കയ്യിലുള്ള പൂവിൽ ഈ നാരുകൾ പോലെയുള്ള ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കൂ. ഈ ഭാഗത്തിനാണ് തന്തുകം എന്ന് പറയുന്നത്. അവയുടെ അറ്റത്തായുള്ള മഞ്ഞ നിറത്തിലുള്ള മുത്തുകൾ പോലെയുള്ള ഈ ഭാഗങ്ങൾക്ക് പരാഗി എന്നുമാണ് പറയുക. നാം ഇപ്പോൾ പരിചയപ്പെട്ട ഈ കേസരപുടമാണ് ഒരു പൂവിലെ ആൺലിംഗാവയവം. കേസരപുടം പൂക്കളിലെ ആൺലിംഗാവയവമാണ് കേസരപുടം. ഈ പൂവിൽ വേറെ ഏതെങ്കിലും ഭാഗങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? ഇല്ല അല്ലേ? എന്നാൽ ഇതിൽ ഒരു ഭാഗം കൂടിയുണ്ട്. അതിനെ കാണാൻ വേണ്ടി നമുക്ക് ഇതിലെ ചില ഭാഗങ്ങളൊന്ന് അടർത്തി മാറ്റാം. ആദ്യം നമുക്ക് ഈ വിതളങ്ങളെ കളയാം. പിന്നീട് നമുക്ക് ഈ ഇതളുകളെ അടർത്തിയെടുക്കാം. നമ്മുടെ പൂവിലെ ചില ഭാഗങ്ങൾ അടർത്തി മാറ്റിയപ്പോൾ ഇങ്ങനെ ഒരു ഭാഗം കിട്ടി. നിങ്ങൾക്കും കിട്ടിയില്ലേ കൂട്ടുകാരെ? ഇനി നമുക്ക് ഈ പൂഞ്ഞെട്ടിലൂടെ ഒരു ബ്ലേഡ് ഉപയോഗിച്ച് ഇതിന്റെ നെടുകയിലൂടെ മുറിച്ചെടുക്കാം. ഇപ്പോൾ നമുക്ക് ഇതുപോലെ ഒരു ഭാഗം കിട്ടിയില്ലേ? ഈ മഞ്ഞ നിറത്തിലുള്ള ഭാഗത്തിന് അണ്ഡാശയമെന്നും അതിനുള്ളിലെ മുത്തുകൾ പോലെയുള്ള ഭാഗങ്ങൾക്ക് ഒവ്യൂൾ എന്നുമാണ് നാം വിളിക്കുക. നോക്കൂ, കേസരപുടത്തിന്റെ മുകളിൽ ചുവപ്പ് നിറത്തിലുള്ള ഈ ഭാഗം കണ്ടോ? ഇതിനെ പരാഗണസ്ഥലം എന്നാണ് പറയുക. പരാഗണസ്ഥലത്തെയും അണ്ഡാശയത്തെയും ബന്ധിപ്പിക്കുന്ന നൂല് പോലെയുള്ള ഈ ഭാഗം കണ്ടോ? അതാണ് ജനിതണ്ട്. ഇത് പരാഗണസ്ഥലം, ഇത് ജനിതണ്ട്. ഈ മഞ്ഞ നിറത്തിലുള്ള ഭാഗം അണ്ഡാശയം. ഇവ മൂന്നും ചേർന്നതാണ് ജനിപുടം എന്ന് വിളിക്കുന്നത്. ഇതിൽ കാണുന്ന ഈ ചിത്രമാണ് നമ്മളിപ്പോൾ പരിചയപ്പെട്ട ഒവ്യൂളും
ജനിപുടം. പൂക്കളിലെ സ്ത്രീ ലിംഗാവയവമാണ് ജനിപുടം. ഇപ്പോൾ നമ്മൾ ഒരു പൂവിന്റെ മുഴുവൻ ഭാഗങ്ങളെയും പരിചയപ്പെട്ടു. ഏതൊക്കെയാണവ ഒന്ന് പറഞ്ഞു നോക്കിയാലോ? പൂഞ്ഞെട്ട്, പിന്നെ പുഷ്പാസനം, പിന്നെ വിതളം, ദളപുടം, കേസരപുടം, പിന്നെ ജനിപുടം. ഇത്രയും ഭാഗങ്ങളാണ് ഒരു പൂവിനുണ്ടാവുക. ഇനി നമ്മൾ ഇന്ന് പഠിച്ച ധർമ്മങ്ങളൊക്കെ ഒന്നുകൂടി പറഞ്ഞു നോക്കിയാലോ? പൂഞ്ഞെട്ട് പൂവിനെയും ചെടിയെയും ബന്ധിപ്പിക്കുന്നു. പുഷ്പാസനം പൂവിന്റെ പല ഭാഗങ്ങൾക്ക് ഇരിപ്പിടമൊരുക്കുന്നു. വിതളം പൂ മൊട്ടായിരിക്കുമ്പോൾ അതിനെ പൊതിഞ്ഞു സൂക്ഷിക്കുകയും വിരിഞ്ഞതിനു ശേഷം ദളങ്ങളെ താങ്ങി നിർത്തുകയും ചെയ്യുന്നു. അടുത്തത് ദളപുടമാണ് ഒരു പൂവിന് നിറവും മണവും ആകർഷത്വവും നൽകുന്നത്. കേസരപുടമാണ് ഒരു പൂവിലെ ആൺലിംഗാവയവം. ജനിപുടമാണ് ഒരു പൂവിലെ സ്ത്രീലിംഗാവയവം. പൂക്കളിലെ ഇത്രയും ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും കൂട്ടുകാർക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? നമ്മുടെ പാഠപുസ്തകത്തിലെ 32-ാം പേജിലുള്ള ഈ പ്രവർത്തനം നിങ്ങൾ അടുത്ത ക്ലാസ്സിലേക്ക് പൂർത്തിയാക്കി വരുമല്ലോ. ഈ പൂവിന്റെ പടം നിങ്ങൾ പുസ്തകത്തിലേക്ക് വരച്ച് അതിന്റെ ഭാഗങ്ങൾ അടയാളപ്പെടുത്താൻ ശ്രദ്ധിക്കുമല്ലോ. ഇന്നത്തെ ക്ലാസ്സിൽ നാം ഒരു പൂവിന്റെ വിവിധ തരം ഭാഗങ്ങളും അവയുടെ ധർമ്മങ്ങളും പഠിച്ചു കഴിഞ്ഞല്ലോ കൂട്ടുകാരെ. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ വർക്ക്ഷീറ്റ് അടുത്ത ക്ലാസ്സിലേക്ക് പൂർത്തിയാക്കി വരുവാൻ ശ്രദ്ധിക്കുമല്ലോ. നാം പഠിച്ച കാര്യങ്ങൾ ഒന്നുകൂടി ഓർത്തു നോക്കിയാലോ കൂട്ടുകാരെ? പൂക്കൾ തമ്മിൽ നിറം, മണം, ഇതളുകളുടെ എണ്ണം, വലിപ്പം എന്നിവയിൽ വ്യത്യാസപ്പെട്ടിരിക്കുന്നു. എല്ലാ പൂക്കൾക്കും ചില പൊതുവായ ഭാഗങ്ങളുണ്ട്. പൂക്കളുടെ ഓരോ ഭാഗത്തിനും അതിൻ്റെതായ ധർമ്മങ്ങളുണ്ട്. ഇന്നത്തെ ക്ലാസ്സിലെടുത്ത എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും മനസ്സിലായോ? ആർക്കെങ്കിലും എന്തെങ്കിലും സംശയമുണ്ടോ? ഒരു സംശയവുമില്ലേ? ഒരു സംശയവുമില്ലെങ്കിൽ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിച്ചാലോ?